PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്കൊരു ക്ലാസ്, ദെൻ 3 മണിക്കൊരു ക്ലാസ്, രാത്രി 8 മണിക്ക്, രാത്രി 10:30. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. അതിൽ രാത്രി 8 മണിയുടെയും 10:30യുടെയും ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് ആണ്. ബാക്കി 4 ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ GK പോർഷൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, PYQ ഡിസ്കഷൻ, ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഒരു ദിവസം തന്നെ നമ്മൾ ഇത്രയും പോർഷൻസ് കവർ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുള്ളവർ. അപ്പോൾ അവർക്കെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം നമ്മൾ പറയുന്നത്. അപ്പോൾ 6 മണിക്കും 9 മണിക്കും 12 മണിക്കും നമ്മൾ SCRT NCRT ബേസ് ചെയ്തിട്ടുള്ളതും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളുമാണ് GK പോർഷൻസ്. 3 മണിക്കാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ ക്ലാസ് വരുന്നത്. അത് ഒരാഴ്ച തന്നെ 3ഉം കൂടെ കവർ ആകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. then അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് പഠിക്കുന്ന മുൻവർഷ ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗത്ത് വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് 2021, 22, 23, 24 വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ വിത്ത് എക്സ്പ്ലനേഷൻ ഡിസ്കസ് ചെയ്യുന്നു ലൈവായിട്ട്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കലാ, കായികം, സാഹിത്യം, സംസ്കാരവും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം ഫ്രണ്ട്സിനൊന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. ആ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മുടെ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഫാമിലിയിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് കേട്ടോ. 5 ലക്ഷം പേര് കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ തുടക്കം മുതൽ നമ്മുടെ ചാനലിൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ട്. അപ്പോൾ നമ്മുടെ PSC ടിപ്സ് ആൻഡ് ട്രിക്സിലെ തുടക്കത്തിലുണ്ടായ ആദ്യത്തെ സബ്സ്ക്രൈബർ മുതൽ ഇപ്പോൾ 5 ലക്ഷം പേര് കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ള ഓരോ സബ്സ്ക്രൈബേഴ്സും നിങ്ങൾ കാരണമാണ് നമുക്ക് 5 ലക്ഷം എന്ന് പറയുന്നൊരു നമ്പറിലോട്ട് എത്താൻ പറ്റിയത്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരുപാട് സ്നേഹവും സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തുടർന്നും ആ ഒരു സ്നേഹവും സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അടിയന്തരാവസ്ഥ, എമർജൻസി എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഞാനത് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ നോക്കുക, അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 18. ഓക്കെ, ഭാഗം 18ലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 18ലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ 18, ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ 352 മുതൽ 360 വരെ. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഓക്കെ, ഇനി അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുമെന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ്. ഇനി ഈ അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പിൻവലിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഓക്കെ, പ്രഖ്യാപിക്കുന്നതും രാഷ്ട്രപതിയാണ്,
പിൻവലിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുമെന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കുന്നതും പിൻവലിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകൾ. ഓക്കെ, 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ കുറിച്ചാണ് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ കുറിച്ചാണ്. ഏതൊക്കെയാണ്? 1 ദേശീയ അടിയന്തരാവസ്ഥ, 2 സംസ്ഥാന അടിയന്തരാവസ്ഥ, 3 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇങ്ങനെ 3 അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ അടിയന്തരാവസ്ഥയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യത്തേത് ദേശീയ അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 352. ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 352. ഇനി ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ചില കാരണങ്ങൾ വേണം, അല്ലെ? അപ്പൊ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കാരണമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഏതൊക്കെയാണ്? യുദ്ധം, വിദേശ ആക്രമണം, സായുധ വിപ്ലവം. യുദ്ധം, വിദേശ ആക്രമണം, സായുധ വിപ്ലവം. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഇതിൽ യുദ്ധവും വിദേശ ആക്രമണവും വന്നു കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എമർജൻസി ആണ്. എക്സ്റ്റേണൽ അടിയന്തരാവസ്ഥയാണ് യുദ്ധവും വിദേശ ആക്രമണവും കൊണ്ടുണ്ടാവുന്ന അടിയന്തരാവസ്ഥ. ഈ സായുധ വിപ്ലവം കൊണ്ടുണ്ടാവുന്ന അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്റേണൽ എമർജൻസി ആണ്. അത് ഓർത്തിരിക്കുക. ഇനി 1978 വരെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള 3ാമത്തെ കാരണം എന്തായിരുന്നു? ആഭ്യന്തര കലഹം എന്നായിരുന്നു. ഓക്കെ, ഇവിടെ ആഭ്യന്തര കലഹം എന്നായിരുന്നു. സായുധ വിപ്ലവം എന്നാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അതിന്റെ പേര് ആഭ്യന്തര കലഹം എന്നായിരുന്നു. ഏതുവരെ? 1978 വരെ സായുധ വിപ്ലവം എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? ആഭ്യന്തര കലഹം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1978 44ാം ഭേദഗതിയിലൂടെ 44ാം ഭേദഗതിയിലൂടെ ആഭ്യന്തര കലഹം, ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ളത് എന്തായിട്ട് മാറി? സായുധ കലാപം അല്ലെങ്കിൽ ആംഡ് റിബലിയൻ എന്നാക്കിയിട്ട് മാറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ആഭ്യന്തര കലഹം അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നായിരുന്നു. ഏതുവരെ? 1978 വരെ. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സായുധ കലാപം അല്ലെങ്കിൽ ആംഡ് റെബലിയൻ എന്നാക്കിയിട്ട് മാറ്റിയത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ പറയുന്ന 3 അടിയന്തരാവസ്ഥകളും പ്രഖ്യാപിക്കുന്നതും പിൻവലിക്കുന്നതും ആര് തന്നെയാ? പ്രസിഡന്റ് തന്നെയാണ്. ഓക്കെ, പറയുന്ന എല്ലാ അടിയന്തരാവസ്ഥകളും പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റ് ആണ്, പിൻവലിക്കുന്നതും പ്രസിഡന്റ് ആണ്. കേന്ദ്ര ക്യാബിനറ്റിന്റെ ലിഖിത രൂപത്തിലുള്ള ഉപദേശമുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കേന്ദ്ര ക്യാബിനറ്റിന്റെ ലിഖിത രൂപത്തിലുള്ള ഉപദേശമുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ. ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള എല്ലാ മൗലികാവകാശങ്ങളും റദ്ദു ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള എല്ലാ മൗലിക അവകാശങ്ങളും റദ്ദു ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. അപ്പൊ എന്താണ് ഈ ആർട്ടിക്കിൾ 20, 21? ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. അപ്പോൾ ഈ 2 ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള എല്ലാ മൗലികാവകാശങ്ങളും റദ്ദു ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്ക് ഉണ്ട്. രാഷ്ട്രപതി പുറപ്പെടുവിച്ചിട്ടുള്ള ഈ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പാർലമെന്റ് അംഗീകരിക്കേണ്ടത് എത്ര മാസത്തിനുള്ളിലാണ്? 1 മാസത്തിനുള്ളിലാണ്. രാഷ്ട്രപതി പുറപ്പെടുവിച്ച ദേശീയ അടിയന്തരാവസ്ഥ
പാർലമെന്റ് അംഗീകരിക്കേണ്ടത് 1 മാസത്തിനുള്ളിലാണ്. മുൻപ് ഇത് 2 മാസമായിരുന്നു. 1978 വരെ ഇത് എത്രയായിരുന്നു? 2 മാസമായിരുന്നു. 1978 44-ാം ഭേദഗതിയിലൂടെയാണ് ഇത് എത്രയാക്കിയിട്ട് മാറ്റിയത്? 1 മാസമാക്കിയിട്ട് ചുരുക്കിയത്. അപ്പൊ രാഷ്ട്രപതി പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ദേശീയ അടിയന്തരാവസ്ഥ പാർലമെന്റ് അംഗീകരിക്കേണ്ടത് 2 മാസം ആയിരുന്നു. എവിടെ വരെ? 1978 വരെ. 1978 44-ാം ഭേദഗതിയിലൂടെ അത് 1 മാസമാക്കിയിട്ട് ചുരുക്കി. ഇനി പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാർലമെന്റ് അംഗീകരിച്ച ദേശീയ അടിയന്തരാവസ്ഥ എത്ര മാസമാണ് നിലനിൽക്കുക? 6 മാസമാണ് നിലനിൽക്കുക. 6 മാസമാണ് പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി പാർലമെന്റ് അംഗീകരിച്ച ദേശീയ അടിയന്തരാവസ്ഥ 6 മാസമാണ് നിലനിൽക്കുക. ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി എത്ര കാലം വേണമെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ നീട്ടാവുന്നതാണ്. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ എത്ര കാലം വേണമെങ്കിലും നീട്ടാവുന്നതാണ്. പക്ഷെ എന്ത് വേണം? ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കണം. ഓക്കെ, ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ് എത്ര കാലം വേണമെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ നീട്ടാവുന്നത്. ഇനി അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358. ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസ് 2021 ചോദിച്ച ചോദ്യമാണ്. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358 ആണ്. യുദ്ധം, വിദേശ ആക്രമണം എന്നിവയിൽ ഏതെങ്കിലും കാരണത്താൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമേ ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യപ്പെടുകയുള്ളൂ. ഇതിനായി രാഷ്ട്രപതിയുടെ പ്രത്യേക ഉത്തരവിന്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യപ്പെടുന്നത് എങ്ങനെയുള്ള അടിയന്തരാവസ്ഥ സമയത്താണ്? യുദ്ധം, വിദേശ ആക്രമണം എന്നിവയിൽ ഏതെങ്കിലും കാരണത്താൽ, അതായത് എക്സ്റ്റേണൽ എമർജൻസി ആണെങ്കിൽ മാത്രമാണ് ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യപ്പെടുകയുള്ളൂ. ഇന്റേണൽ ആണെങ്കിൽ ഇല്ല. സായുധ കലാപം കൊണ്ടുള്ള എമർജൻസി എന്താണ്? ഇന്റേണൽ ആണ്. അപ്പൊ ഇന്റേണൽ എമർജൻസി ആണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 19 എന്ത് ചെയ്യപ്പെടുകയില്ല? റദ്ദ് ചെയ്യപ്പെടുകയില്ല. ഇനി ഇങ്ങനെ യുദ്ധം, വിദേശാക്രമണം അങ്ങനെ ഉണ്ടാവുന്ന എക്സ്റ്റേണൽ എമർജൻസി കാരണം ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യപ്പെടുകയാണ്. അതിന് രാഷ്ട്രപതിയുടെ പ്രത്യേക ഉത്തരവിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. ഇനി അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 359. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 359 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇന്ത്യയിൽ ഇതുവരെ 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? 3 തവണ. അതിൽ ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഓരോന്നായിട്ട് പഠിക്കാം. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് കാരണം എന്താണ്? ചൈനീസ് ആക്രമണമായിരുന്നു. ചൈനീസ് ആക്രമണം 1962 ചൈനീസ് ആക്രമണമാണ് ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് കാരണം. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓക്കെ, പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റ് ആണ്. അപ്പൊ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാ? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 1962 ഒക്ടോബർ 26 പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962 ഒക്ടോബർ 26 ആരാണ് പ്രഖ്യാപിച്ചത്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് പ്രഖ്യാപിച്ചത്. ഇനി അത് പ്രഖ്യാപിക്കുമ്പോൾ ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴുള്ള പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ആ സമയത്തെ പ്രതിരോധ മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VK കൃഷ്ണമേനോൻ ആണ്. VK കൃഷ്ണമേനോൻ. അപ്പോൾ ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ എന്ത് കാരണം കൊണ്ടാണ്? ചൈനീസ് ആക്രമണം. 1962 ചൈനീസ് ആക്രമണമാണ് അതിന് കാരണം. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. പ്രഖ്യാപിച്ചത് എന്നാ? 1962 ഒക്ടോബർ 26. ആ സമയത്തുള്ള പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ. ഇനി ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. പിൻവലിച്ചത് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഡേറ്റ് ഓർത്തിരിക്കുക, 1968 ജനുവരി 10 പിൻവലിച്ചത്. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് 1968 ജനുവരി 10 ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഓക്കെ,
ഇനി അടുത്തത് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ. രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയുടെ കാരണം എന്താ? ഇന്ത്യ പാക് യുദ്ധമാണ്. രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയുടെ കാരണം ഇന്ത്യ പാക് യുദ്ധമാണ്. 1971 ഡിസംബർ 3-ന് 1971 ഡിസംബർ 3 ഇന്ത്യ പാക് യുദ്ധമാണ് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയുടെ കാരണം. രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാണ്? VV ഗിരിയാണ്. ഓക്കെ, പ്രഖ്യാപിച്ച പ്രസിഡന്റ് VV ഗിരി. ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. പ്രതിരോധ മന്ത്രി ആരാണ്? രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ സമയത്തെ പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാം. രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് 1977 മാർച്ച് 21-നാണ്. 1977 മാർച്ച് 21-നാണ് പിൻവലിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയുടെ കാരണം 1971 ഡിസംബർ 3-ലെ ഇന്ത്യ പാക് യുദ്ധം. പ്രഖ്യാപിച്ചത് VV ഗിരി. പ്രധാനമന്ത്രി ആരാണ് ആ സമയത്തെ? ഇന്ദിരാഗാന്ധി. പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാം. പിൻവലിച്ചത് 1977 മാർച്ച് 21-നാണ്. പിൻവലിച്ചത് ആരാന്നറിയോ? ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഒരാൾ തന്നെയാണ്, BD ജെട്ടി. BD ജെട്ടി തന്നെയാണ്. ഒരേ ഡേറ്റുമാണ് 1977 മാർച്ച് 21-ന്. BD ജെട്ടിയാണ് ഇത് പിൻവലിച്ചത്, രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയാണ് പറയുന്നത്. ഈ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ, അതായത് ഇന്റേണൽ എമർജൻസി. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? യുദ്ധം, അല്ലെ? യുദ്ധം, അതുപോലെ വിദേശ ആക്രമണം, ഇതുകൊണ്ടുണ്ടാവുന്ന എമർജൻസി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ് എന്ന് പറഞ്ഞു. സായുധ കലാപം കൊണ്ടുണ്ടാവുന്നതാണ് എന്ത്? ഇന്റേണൽ എന്ന് പറഞ്ഞു, അല്ലെ? അപ്പോൾ ആദ്യത്തെ ഇന്റേണൽ എമർജൻസി അല്ലെങ്കിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് ഇത് മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആഭ്യന്തര കലഹം എന്നായിരുന്നു, അല്ലെ? എന്ത്? അതിന്റെ കാരണം ആഭ്യന്തര കലഹം, സായുധ കലാപം എന്നറിയപ്പെട്ടത് 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന് പറഞ്ഞു. ഇത് നടക്കുന്നത് മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1975 ജൂൺ 25-നാണ്. സോ ആ സമയം എന്ന് പറയുന്നത് ആഭ്യന്തര കലഹം എന്നാണ് ആ പേര് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ആഭ്യന്തര കലഹം കാരണമാണ് മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യത്തെ ഇന്റേണൽ എമർജൻസി അല്ലെങ്കിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ. പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. വർഷം 1975 ജൂൺ 25. 1975 ജൂൺ 25-നാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. കാരണം ആഭ്യന്തര കലഹമാണ്. ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ്. ഓക്കെ, ഇനി ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പ്രതിരോധ മന്ത്രി ആരാണ്? സർദാർ സ്വരൺ സിംഗ് ആണ്. മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. പ്രതിരോധ മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ സ്വരൺ സിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് BD ജെട്ടിയാണ് 1977 മാർച്ച് 21-ന്. 1977 മാർച്ച് 21-ന് BD ജെട്ടിയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. ഇനി 1975-ലെ അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തമായ കമ്മീഷനാണ് ഷാ കമ്മീഷൻ. ഇമ്പോർട്ടന്റ് ആണ്, ഷാ കമ്മീഷൻ. ഷാ കമ്മീഷനാണ് 1975-ലെ അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തമായ കമ്മീഷൻ, ഷാ കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 356 ആണ്. അനുച്ഛേദം 356. ഇത് രാഷ്ട്രപതി ഭരണം എന്നാണ് അറിയപ്പെടുന്നത്. സംസ്ഥാന അടിയന്തരാവസ്ഥ എന്നല്ല, രാഷ്ട്രപതി ഭരണം എന്ന് അറിയപ്പെടുന്നതാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാൻ ചില കാരണങ്ങൾ വേണം. എന്തൊക്കെയാണ് ആ കാരണങ്ങൾ? ഒന്നാമത്തേത്, സംസ്ഥാന സർക്കാർ ഭരണഘടനയ്ക്കതീതമായി എന്നാണ് കേട്ടോ. ഓക്കെ, സംസ്ഥാന സർക്കാർ ഭരണഘടനയ്ക്കതീതമായി പ്രവർത്തിക്കുകയോ
കേന്ദ്രം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ പരാജയപ്പെടുകയോ വിസമ്മതിക്കുകയോ ചെയ്യുമ്പോൾ. എപ്പോഴൊക്കെയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ? ഒന്നാമത്തെ സാഹചര്യമാണ് പറയുന്നത്, സംസ്ഥാന സർക്കാർ ഭരണഘടനയ്ക്കതീതമായി പ്രവർത്തിക്കുകയോ കേന്ദ്രം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ പരാജയപ്പെടുകയോ വിസമ്മതിക്കുകയോ ചെയ്യുമ്പോൾ. ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം, തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയും. ഓക്കെ, ഒരു കക്ഷിക്കും എന്നാണ് കേട്ടോ. തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയും ഗവൺമെന്റ് രൂപീകരിക്കുവാൻ ആർക്കും സാധിക്കാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാം. ഓക്കെ, അപ്പൊ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുക, ഗവൺമെന്റ് രൂപീകരിക്കുവാൻ ആർക്കും സാധിക്കാതെ വരിക, ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാം. അടുത്ത കാരണമാണ് പറയുന്നത്, നിലവിലുള്ള മന്ത്രിസഭ ന്യൂനപക്ഷമാവുകയും പുതിയൊരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ആർക്കും സാധിക്കാതെ വരികയും ചെയ്താൽ. ഓക്കെ, എന്താണ്? നിലവിലുള്ള മന്ത്രിസഭ ന്യൂനപക്ഷമാവുകയും പുതിയൊരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ആർക്കും സാധിക്കാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാം. അടുത്ത കാരണമാണ്, പ്രസ്തുത സംസ്ഥാനത്തെ ഭരണഘടനാ പ്രതിസന്ധി ഉള്ളതായി കരുതി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താവുന്നതാണ്. പ്രസ്തുത സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി ഉള്ളതായിട്ട് കരുതിയിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ പാർലമെന്റ് അംഗീകരിക്കേണ്ടത് എത്ര മാസത്തിനുള്ളിലാണ്? 2 മാസത്തിനുള്ളിലാണ്. രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ പാർലമെന്റ് അംഗീകരിക്കേണ്ടത് 2 മാസത്തിനുള്ളിലാണ്. രാഷ്ട്രപതി ഭവനം പരമാവധി 3 വർഷം വരെ മാത്രമേ നീട്ടാൻ കഴിയൂ. ഓക്കെ, രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നത് എത്ര വർഷം വരെ നീട്ടാൻ പറ്റത്തുള്ളൂ? 3 വർഷം വരെയാണ്. ഓക്കെ, 3 വർഷം. ഒരു സംസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നത്, ഒരു സംസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം പരമാവധി 3 വർഷം വരെ മാത്രമേ നീട്ടാൻ കഴിയൂ. ഭരണത്തിൽ ആയ ഒരു സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണം എന്താണ്? ഭരണത്തിൽ ആയ ഒരു സംസ്ഥാനത്തിന്റെ, അതായത് രാഷ്ട്രപതി ഭരണമാണ് പറയുന്നത് കേട്ടോ. രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായ ഒരു സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ കാര്യനിർവഹണ അധികാരങ്ങളെല്ലാം തന്നെ ആരുടെ മേൽനോട്ടത്തിലായിരിക്കും? കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ സംസ്ഥാന ഗവർണർ ആണ്. സംസ്ഥാന ഗവർണർ, ചീഫ് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും നടത്തുന്നത്. ഓക്കെ, അപ്പൊ രാഷ്ട്രപതി ഭരണം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിട്ടുള്ള ഒരു സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ കാര്യനിർവഹണ അധികാരങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ ആർക്കായിരിക്കും? സംസ്ഥാന ഗവർണർക്കായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഭരണഘടന നിലവിൽ വന്ന ശേഷം രാഷ്ട്രപതി ഭരണം ആദ്യമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. ഭരണഘടന നിലവിൽ വന്ന ശേഷം രാഷ്ട്രപതി ഭരണം ആദ്യമായി പ്രഖ്യാപിച്ച സംസ്ഥാനം പഞ്ചാബാണ്. 1951 ജൂണിലാണ് പ്രഖ്യാപിക്കുന്നത്. ഇനി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ്. 7 തവണയാണ്. ഓക്കെ, ഒന്ന് ഭരണഘടന നിലവിൽ വന്ന ശേഷം രാഷ്ട്രപതി ഭരണം ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് പഞ്ചാബാണെന്ന് പറഞ്ഞു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ട സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം 7 തവണയാണ് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ടത്. ആദ്യമായിട്ട് 1956-ലും അവസാനം ഏർപ്പെടുത്തിയത് 1982-ലും. ആദ്യം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് കേരളത്തിൽ എപ്പോഴാണ്? 1956, അവസാനം 1982. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്ന സംസ്ഥാനം പഞ്ചാബാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ട സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ, UP എന്നിവയാണ്. ഓക്കെ, മണിപ്പൂർ, UP ആണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ട സംസ്ഥാനം. 10 തവണ വീതമാണ്. മണിപ്പൂരിലും UPയിലും എത്ര തവണയാണ്? 10 തവണ വീതമാണ്
ഇനി അനുച്ഛേദം 356 ഇന്ത്യൻ ഭരണഘടനയുടെ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്. BR അംബേദ്കർ ആണ് അനുച്ഛേദം 356 ഇന്ത്യൻ ഭരണഘടനയുടെ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാ? അനുച്ഛേദം 360. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഭീഷണി ഉണ്ടാവുന്ന അവസരത്തിലാണ് അനുച്ഛേദം 360 അനുസരിച്ച് രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന്റെ കാരണം എന്താണ്? രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഭീഷണി ഉണ്ടാവുന്ന അവസരത്തിൽ, രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഭീഷണി ഉണ്ടാവുന്ന അവസരത്തിലാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ അനുച്ഛേദം 360 അനുസരിച്ച് പ്രഖ്യാപിക്കുന്നത്. ഇനി രാഷ്ട്രപതി പ്രഖ്യാപിച്ച സാമ്പത്തിക അടിയന്തരാവസ്ഥ പാർലമെന്റ് അംഗീകരിക്കേണ്ടത് എത്ര മാസത്തിനുള്ളിലാണ്? 2 മാസത്തിനുള്ളിലാണ്. രാഷ്ട്രപതി പ്രഖ്യാപിച്ച സാമ്പത്തിക അടിയന്തരാവസ്ഥ പാർലമെന്റ് അംഗീകരിക്കേണ്ടത് 2 മാസത്തിനുള്ളിലാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ സമയത്ത് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരുൾപ്പെടെ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കുറവ് ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് പ്രസിഡന്റിന് എന്തിനുള്ള അധികാരമുണ്ട്? സാമ്പത്തിക അടിയന്തരാവസ്ഥ സമയത്ത് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരുടേത് ഉൾപ്പെടെ എല്ലാവരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം കുറവ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിന് ഉണ്ട്. ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥ അനിശ്ചിതകാലത്തേക്ക് തുടരാവുന്നതാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ അനിശ്ചിതകാലത്തേക്ക് തുടരാവുന്നതാണ്. ഇന്ത്യയിൽ ഇതുവരെയും എന്ത് പ്രഖ്യാപിച്ചിട്ടില്ല? സാമ്പത്തിക അവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥയാണ് എന്ത്? സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഓക്കെ, സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. ബന്ധപ്പെട്ടിരിക്കുന്ന അനുച്ഛേദം 360 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സാമ്പത്തിക അടിയന്തരാവസ്ഥ അനിശ്ചിതകാലത്തേക്ക് തുടരാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ